നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാതത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ബിനോയ് ജെ പോൾ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സർ, ഈ ആമവാതം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്താണെന്ന് വിശദീകരിച്ചു തരാമോ? നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു സന്ധിവാത രോഗമാണ് ആമവാതം. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 1% ആൾക്കാർക്ക് ഈ രോഗമുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഏതാണ്ട് 40 വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത്. അപൂർവമായി പുരുഷന്മാരിലും പ്രായമായ പുരുഷന്മാരിലും കുട്ടികളിലും ഒക്കെ രോഗം വരാം. ഈ രോഗത്തിൻ്റെ സ്ത്രീ പുരുഷ അനുപാതം 3:1. അതായത് 4 പേർക്ക് രോഗം വന്നാൽ 3 പേരും സ്ത്രീകളായിരിക്കും. ആധുനിക വൈദ്യശാസ്ത്രപ്രകാരം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ ഒരു പ്രത്യേകത നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ അഥവാ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ചില തകരാറുകളാണ്. വളരെ സുസജ്ജമായ ഒരു രോഗപ്രതിരോധ വ്യവസ്ഥയാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. വിവിധതരം ലിംഫ് ഗ്രന്ഥികൾ, T ലിംഫോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന വെളുത്ത രക്താണുക്കൾ, പ്ലീഹ തുടങ്ങിയൊക്കെ ചേർന്ന വളരെ സങ്കീർണമായ ഒരു രോഗപ്രതിരോധ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. ശരീരത്തിലേക്ക് കടന്നു വരുന്ന വിവിധ രോഗാണുക്കൾ, വിഷാംശങ്ങൾ ഇവയൊക്കെ നശിപ്പിക്കുന്നതിനോ നിർവീര്യമാക്കുന്നതിനൊക്കെ വേണ്ടി പല പ്രതിവസ്തുക്കളും ആൻറ്റിബോഡികളും ഈ രോഗപ്രതിരോധ വ്യവസ്ഥ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ ഈ രോഗപ്രതിരോധ വ്യവസ്ഥ നമ്മുടെ ശരീരകോശങ്ങൾക്കെതിരെ തന്നെ ഈ ആൻറ്റിബോഡികൾ ഉണ്ടാക്കുകയും അവ ശരീരകോശങ്ങൾക്കോ അതോടൊപ്പം തന്നെ മറ്റ് പല അവയവങ്ങൾക്കോ നാശം വരുത്തുകയും ചെയ്യുന്നു. അതാണ് എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിലും സംഭവിക്കുന്നത്. റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ഈ പ്രതിവസ്തുക്കൾ പ്രധാനമായും സന്ധികളെയാണ് ആക്രമിക്കുന്നത്. 2 അതിലധികമോ അസ്ഥികൾ കൂടിച്ചേരുന്ന ഭാഗമാണല്ലോ സന്ധി. അപ്പോൾ അതിനെ പൊതിഞ്ഞ് ഒരു ആവരണമുണ്ട്. അതിന് സൈനോവിയൽ മെംബ്രെയിൻ എന്നാണ് നമ്മൾ സാധാരണ പറയുക. ഈ സൈനോവിയൽ മെംബ്രെയിനെതിരെയാണ് മിക്കവാറും ഈ ആൻറ്റിബോഡികൾ പ്രവർത്തിച്ചു തുടങ്ങുക. അതിൻ്റെ ഫലമായി ഈ സന്ധികളുടെ ഈ സൈനോവിയൽ മെംബ്രെയിൻ വികസിക്കുകയും വീക്കവും ചുവപ്പും ഉണ്ടാക്കുകയും അതിൽ നിന്ന് സൈനോവിയൽ ദ്രാവകം സന്ധികളിലേക്ക് നിറയുകയും ചെയ്യും. അതിൻ്റെ ഫലമായി സന്ധികൾക്ക് വീക്കവും നീർക്കെട്ടും ഉണ്ടാകുകയും സന്ധികൾ ചലിപ്പിക്കുമ്പോൾ വേദന, സന്ധികൾക്കൊരു സ്റ്റിഫ്നെസ് അഥവാ പിടുത്തം ഉണ്ടാകുകയും ചെയ്യും. തുടക്കത്തിൽ 1-2 ജോയിൻറ്റുകളിൽ ബാധിക്കുന്ന രോഗം പതിയെ പതിയെ മറ്റ് ജോയിൻറ്റുകളിലേക്ക് ബാധിക്കുകയും ചിലപ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്യും. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അയ്യൂബ് എന്നാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. അതാണ് എന്റെ കാലിന്റെ കുതിരവിടെ ഈ കർണഞരമ്പിന്റെ അവിടെയായിട്ട് തൊട്ട് താഴെയായിട്ടൊരു ഭയങ്കര വല്ലാത്ത വേദന. ഇത് കുറെ നാളായി ഈ വേദന ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. അതെന്താ? എപ്പോഴാണ് ഈ വേദന ഉണ്ടാകുന്നത്? എവിടെയെങ്കിലും ഇരുന്നിട്ട് എണീറ്റ് നടക്കുമ്പോഴാണോ? ഇരുന്നിട്ട് എണീറ്റ് നടക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര വേദനയാണ് സാറേ. ചില ബുദ്ധിമുട്ടാണ്. പിന്നെ കുറെ നടന്നു കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. രാവിലെ എണീക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന. ഈ ചൂടുവെള്ളം എല്ലാം വെച്ച് പിന്നെ കുളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വേദനയ്ക്ക് വളരെ കുറവുണ്ട്. കാലിന്റെ മുട്ടിനും എല്ലാം വേദനയായിപ്പോ. ശരീരം രാവിലെ എണീക്കുമ്പോൾ ഇപ്പൊ ഈ കൈക്കൊക്കെ ഒരുമാതിരി ഒരു മരപ്പ് പോലെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് പ്രമേഹമൊന്നും ഇല്ലല്ലോ? പ്രമേഹമില്ല. എനിക്ക് ചെറിയ ഇതുണ്ട്, പ്രഷർ, നോർമൽ പ്രഷറുണ്ട്. ആണല്ലേ? ഇത് നമ്മുടെ കാലിന്റെ അടിയിലുള്ള എല്ലുകളുടെയും തൊലിയുടെയും ഇടയ്ക്കുള്ള ഒരു പാടയുണ്ട്, പ്ലാന്റാർ ഫേഷ്യ. അതിനുണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലതരം സന്ധിവാതങ്ങളിൽ വരാം, ചിലർക്ക് വളരെ പരുപരുത്ത പ്രതലങ്ങളിൽ കൂടുതൽ നേരം നടക്കുന്നവർക്ക് വരാം, പ്രമേഹ രോഗികൾക്ക് വരാം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിന് ചില പരിശോധനകൾ ആവശ്യമായി വരും. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നാണ് ഈ രോഗത്തിന് പറയുക. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം എന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കേണ്ടത് വളരെ അത്യാപേക്ഷിതമാണ്. നന്ദി ഡോക്ടർ. ഈ ആമവാദം മറ്റു വാതരോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണമായി കാണപ്പെടുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. അതിനെ സന്ധി തേയ്മാനം എന്ന് പറയാം. അപ്പോൾ ആൾക്കാർ പ്രായമാകുമ്പം
മുടി നരയ്ക്കുകയും തൊലി ചുളിയുകയൊക്കെ ചെയ്യുന്നത് പോലെ സന്ധികൾക്കുള്ളിലെ തരുണാസ്ഥികൾക്കുണ്ടാകുന്ന തേയ്മാനമാണ് ഈ രോഗത്തിന് കാരണം. ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമായ ആൾക്കാരിലാണ് സാധാരണ ഇത് വരിക. കൂടുതൽ ശരീരം തടിച്ചിരിക്കുന്നവർ, തൂക്കം കൂടിയവർ, ചമ്രം പടഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നവർ, കാൽമുട്ടുകൾക്ക് അമിതമായ വ്യായാമം നൽകുന്നവർ, ഇവർക്കൊക്കെയാണ് ഈ രോഗം പിടിപെടുക. സാധാരണ ശരീരത്തിൻ്റെ ഭാരം താങ്ങുന്ന ജോയിൻറ്റുകളിലാണ് ഈ രോഗം പ്രത്യക്ഷപ്പെടുക. അപ്പോൾ സാധാരണ കാൽമുട്ടുകൾ, ഇടുപ്പുകൾ, നട്ടെല്ലിൻ്റെ കശേരുക്കളെ സന്ധികൾ, ഇവയിലൊക്കെയാണ് ഈ രോഗം സാധാരണയായി കാണുന്നത്. രോഗി നടക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ വേദനയുണ്ടാകും, റെസ്റ്റ് എടുക്കുമ്പോൾ വേദന കുറയും. ഡോക്ടർ, ഈ ആമവാദത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണെന്ന് സാറ് പറഞ്ഞു. അതെ, ആമവാദം ബേസിക്കലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. യഥാർത്ഥ കാരണം ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. പാരമ്പര്യത്തിന് അതിലൊരു ഘടകമുണ്ട്. ഏതാണ്ട് ഒരു 20% ആൾക്കാരിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പാരമ്പര്യമായി വരുന്നുവെന്നാണ് കണക്കാക്കുന്നത്. ഒരേ കുടുംബത്തിൽപ്പെടുന്ന രക്തബന്ധമുള്ള ഒന്നിലേറെ ആൾക്കാർക്ക് രോഗം കാണപ്പെടാറുണ്ട്. ഇരട്ടകളിൽ ഒരാൾക്ക് രോഗം വരികയാണെങ്കിൽ മറ്റേയാൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ പാരമ്പര്യമായി ഒരാൾക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ജീന് ശരീരത്തിലുണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് രോഗം വരണമെന്നില്ല. പുറമേയുള്ള ഘടകങ്ങളായ പുകവലി, ചിലതരം വൈറസ് അണുബാധകൾ, മോണരോഗങ്ങൾ, ഇവയൊക്കെ സന്ധിവാതം വർദ്ധിപ്പിക്കുന്നതായി കാണുന്നു. ഉദാഹരണത്തിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ജീന് ശരീരത്തിലുള്ള ഒരാൾക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത 20% ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇയാൾ പുകവലിക്കുകയാണെങ്കിൽ ഈ സാധ്യത 60-70% കൂടും. അപ്പോൾ ജനിതക ഘടകങ്ങളും പുറമേയുള്ള ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരാളിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പ്രത്യക്ഷപ്പെടുക. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം സാർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ വണ്ടമ്പട്ടിൽ നിന്ന് ബിജു ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ആ സാറേ, ഈ കിടക്കുമ്പോഴല്ല ഈ നടുവിന് കിടന്ന് ഒച്ച കേൾക്കുന്നു. കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, നടക്കുമ്പോഴോ കുനിയുമ്പോഴോ ഒന്നുമില്ല. ചില ദിവസം നടുവിന്റെ ഇടത്തുവശത്ത് വേദനയുണ്ട്. നടക്കുമ്പോഴോ കുനിയുമ്പോഴോ ഒന്നും ഈ ശബ്ദമോ വേദനയോ കൂടുന്നില്ലല്ലോ. ഇല്ല, നമുക്ക് ഈ കിടക്കുമ്പോഴല്ല, നമ്മൾ ഈ എവിടെയെങ്കിലും കുത്തിയിരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ ഈ കിടക്കുന്ന ഈ നടുവിന്റെ ഈ ഇടതുവശത്താണ് കേൾക്കുന്നത്. ആ സമയത്ത് വേദനയുണ്ടോ? ഈ രാവിലെ ചില ദിവസം മാത്രമേ എഴുന്നേൽക്കുമ്പോൾ വേദനയുള്ളൂ. അത് നട്ടെല്ലിൻ്റെ കശേരുക്കളുടെ ഇടയ്ക്കുള്ള സന്ധികൾക്കുള്ള നീർക്കെട്ട് കൊണ്ടാവാനാണ് വഴി. ചിലപ്പോൾ ഡിസ്കുകൾക്ക് തകരാറ് സംഭവിച്ചാലും വരാം. ഇപ്പൊ എനിക്ക് 44 വയസ്സുണ്ട്. അപ്പോൾ എക്സ്റേയോ മറ്റു പരിശോധനകളോ എല്ലാം ചെയ്തിരുന്നോ? ഇല്ല, എത്രയൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഒരു എക്സ്റേ നടുവിൻ്റെ എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. നട്ടെല്ലിൻ്റെ കശേരുക്കളുടെ ചലനം കൂടുമ്പോഴാണ് ഇത് വരിക. അപ്പോൾ സാധാരണ ഡിസ്കിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നവർ, നട്ടെല്ലിൻ്റെ കശേരുക്കളുടെ സന്ധികളിൽ നീർക്കെട്ടുള്ളവർ, ഇവർക്കൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു എക്സ്റേയും മറ്റു പരിശോധനകളും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യുകയും അതിനുശേഷം പരിശോധനകൾ ചെയ്യുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനെന്നാലേ പുകവലിക്കോ മദ്യപിക്കോ ഒന്നും ഇല്ല. എന്നാലും നമ്മുടെ വായില് തൊലിയും പോകുന്നുണ്ട്. അത് ഇതിൻ്റെ കൊണ്ടാകണമെന്നില്ല. ചിലപ്പോൾ പ്രത്യേക കാരണമൊന്നും ഇല്ലാതെ വരാറുണ്ട്. ചില വിറ്റാമിനുകളുടെ കുറവുകൾ കൊണ്ട് വരാറുണ്ട്. അത് ഈ നടുവേദനയുമായിട്ട് ബന്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. വായിലെ പുണ്ണുകൾ പോലെയാണോ വരുന്നത്? കൈയുടെ ഈ എല്ലാ മുട്ടുകൾക്കും വേദന വരുന്നുണ്ട് ചില ദിവസം. അതും നടുവേദനയുമായി ബന്ധമുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അത് ചെറിയ രക്തപരിശോധനകളും എക്സ്റേയും ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ തോമസ് ആണ്, കൊട്ടിയൂരിൽ നിന്നാണ് വിളിക്കുന്നത്, കണ്ണൂർ ജില്ല. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എനിക്ക് പറഞ്ഞോളൂ തോമസ്. കൈയുടെ മുട്ടിനും കുഴയ്ക്കും വിരലുകൾക്കും ഒക്കെ ഭയങ്കര വേദന. എപ്പോഴാണ് ഈ വേദന അനുഭവപ്പെടുന്നത്? രാവിലെ എണീക്കുമ്പോൾ കൂടുതലുണ്ടോ? രാവിലെ എണീക്കുമ്പോൾ നടക്കാൻ ഭയങ്കര വിഷമമാണ്. കാലിന്റെ ഉപ്പൂറ്റിക്കൊക്കെ ഭയങ്കര ചതച്ചു വെച്ചിരിക്കുന്നല്ലോ. ഒരു 15 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ ഓക്കെ ആവും.
ഇതൊരു സന്ധിവാത രോഗത്തിന് തുടക്കമാകാൻ നല്ല സാധ്യതയുണ്ട്. കാരണം രാവിലെ എണീക്കുമ്പോൾ വേദനയും പിടുത്തവും കൂടുതലുള്ളത് സന്ധിവാത രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. നടക്കും തോറും അല്ലെങ്കിൽ ജോലി ചെയ്യും തോറും വേദന കുറഞ്ഞു വരുന്നത് ഇത്തരം വാതരോഗങ്ങളുടെ ഒരു ലക്ഷണമാണ്. പ്രധാനമായും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണ് അത് കണ്ടുവരുന്നത്. എന്നാലും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല സന്ധിവാതങ്ങളിലും ഇതേ രോഗലക്ഷണങ്ങൾ വരാം. അപ്പം രക്തത്തിലെ ചില പരിശോധനകളും വിദഗ്ധമായ ഒരു ചികിത്സയും പലപ്പോഴും ആവശ്യമായി വരും. വായിൽ ഈ വ്രണങ്ങൾ ഉണ്ടാകുന്ന അൾസർ പോലെ അത് ഇതിന്റെ വല്ല ലക്ഷണമാണോ? ചിലതരം സന്ധിവാതങ്ങളിലെ അൾസറുകളും വരാറുണ്ട്. SLE, ബഷറ്റ് ഡിസീസ്, അങ്ങനെ ചില സന്ധിവാത രോഗങ്ങൾ അപൂർവമായി കാണുന്നതാണവ. അവയിലും ഇങ്ങനെ അൾസറും സന്ധിവീക്കവും വരാം. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരു വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. പരിശോധനകളാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം രോഗം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് നിർണയിച്ചതിന് ശേഷം വേണം ചികിത്സ തുടങ്ങാൻ. ഈ കൈയുടെ മുട്ടിന് ഭയങ്കര എന്തെങ്കിലും ഒരു പണിയെടുത്ത് കഴിയുമ്പോൾ കൈയുടെ മുട്ടിന് ഭയങ്കര വേദനയാണ്. പിന്നെ എന്തെങ്കിലും കുഴമ്പൊക്കെ ഇട്ട് തിരുമ്മി കഴിയുമ്പോൾ ചൂടും പിടിച്ചു കഴിയുമ്പോൾ ഒരു ശകല ആശ്വാസം കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഈ രക്തവാദത്തിൽപ്പെട്ടാണോ സന്ധിവാദമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ. നമ്മൾ സാധാരണ ഇതിനെ ഒരു സന്ധിവാദം എന്നാണ് പറയുക. രക്തവാദം സാധാരണ റുമാറ്റിക് ഫീവർ എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. അത് വളരെ വ്യത്യസ്തമായ ഒരു രോഗമാണ്. ഇത് ഏതെങ്കിലും ഒരു സന്ധിവാദത്തിൽ പെടുന്നവാനാണ് വഴി. അതെ അല്ലേ? അതെ. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകളും രക്തത്തിലെ ടെസ്റ്റുകളും ഒക്കെ വേണ്ടി വരാം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ രോഗലക്ഷണങ്ങൾ എങ്ങനെയാണ്? അത് പെട്ടെന്നുണ്ടാകുന്നതാണോ അതോ കാലക്രമേണ പതുക്കെ ഉണ്ടായി വരുന്നതാണോ? നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പൊതുവെ 1-2 ജോയിൻറ്റുകളിൽ ആദ്യം രോഗം തുടങ്ങുകയും മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ കൊണ്ട് മറ്റ് സന്ധികളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുക. ഒരു 90-95% പേർക്കും രോഗം സാവധാനമാണ് തുടങ്ങുന്നത്. ഒരു 5% പേർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു പനിയോ അതോടൊപ്പം 7, 8, 10 ജോയിൻറ്റുകൾ ഒരുമിച്ച് വേദനയായി പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്. പ്രധാനമായിട്ടും ഈ രോഗം നമ്മുടെ കൈവിരലുകളുടെ സന്ധികളിലാണ് ബാധിക്കുന്നത്. അത് ഒരു കൈയുടെ വിരലിന് തുടങ്ങിയാൽ പിന്നെ അപ്പുറത്തെ കൈയിലെ വിരലിനും വരും. 2 കൈവിരലുകൾക്ക് ഒരുപോലെ, 2 മണികണ്ഡങ്ങൾക്ക് അഥവാ റിസ്റ്റുകൾക്ക് ഒരുപോലെ, 2 കാൽമുട്ടുകൾക്ക് ഒരുപോലെ. സിമ്മട്രിക്കൽ ആർത്രൈറ്റിസ് എന്നാണ് വൈദ്യശാസ്ത്രം അതിനെ പറയുന്നത്. അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. 2 കൈയിലെയും വിരലുകൾ ഒരുപോലെ വീങ്ങി തടിച്ചു വരിക റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് സംശയിക്കേണ്ടതാണ്. അതുപോലെ രാവിലെ എണീക്കുമ്പോൾ രോഗിക്ക് വേദനയും വീക്കവും പിടുത്തവും ഒക്കെ വളരെ കൂടുതലായിരിക്കും. അയാൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോയിൻറ്റുകൾ ഇളക്കുമ്പോൾ വേദനയും വീക്കവും കുറഞ്ഞു വരും. നമ്മൾ മുമ്പേ പറഞ്ഞ സന്ധി തേയ്മാനത്തിൽ തിരിച്ചാണ്. ജോലി ചെയ്യുമ്പോഴാണ് വേദന കൂടുക, റെസ്റ്റ് എടുക്കുമ്പോൾ കുറയും. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ റെസ്റ്റ് എടുക്കുമ്പോൾ കൂടും. ജോലി ചെയ്യുകയോ സന്ധികൾ അനങ്ങുകയോ ചെയ്യുമ്പോൾ വേദന കുറഞ്ഞു വരും. സാധാരണഗതിയിൽ 2-3 സന്ധികളിൽ തുടങ്ങുകയും പിന്നീട് പല സന്ധികളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. രോഗം പഴകുമ്പോൾ ഈ രോഗത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത അത് പലപ്പോഴും സന്ധികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ വളവോ വൈകല്യങ്ങളോ വന്നാൽ പിന്നീട് മരുന്നുകൊണ്ട് അത് പലപ്പോഴും ശരിയാക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രോഗം പഴകുമ്പോഴുള്ള മറ്റൊരു കുഴപ്പം ഇത് ചിലപ്പോൾ ആന്തരിക അവയവങ്ങളിലേക്ക് ബാധിക്കാം. ശ്വാസകോശത്തിലേക്ക് ബാധിച്ചിട്ട് ശ്വാസകോശത്തിന് ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവ് കുറയാം. ഇതിനെ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുക. ചിലപ്പോൾ ഹൃദയത്തിൻ്റെ ആവരണമായ പെരിക്കാർഡിയത്തിന് നീർക്കെട്ടുണ്ടാക്കാം. കണ്ണുകളിൽ ബാധിച്ചിട്ട് കണ്ണുകൾക്ക് ചുവപ്പോ വീക്കോ ഉണ്ടാക്കാം. ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനം കുറയുകയും കണ്ണും വായുമൊക്കെ ഡ്രൈ ആവുകയും ചെയ്യാം. ഇങ്ങനെ പല അവയവങ്ങളിലേക്ക് ബാധിക്കുവാനും സാധ്യതയുണ്ട്. അപ്പം രോഗം പഴകുമ്പോഴുള്ള 2 പ്രധാന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. 1, വൈകല്യങ്ങൾ ഉണ്ടാകുന്നു സന്ധികളിൽ. 2, ആന്തരിക അവയവങ്ങളിലേക്ക് ബാധിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തടയാൻ രോഗം ആരംഭത്തിൽ തന്നെ കണ്ടെത്തണം. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. നമുക്കൊരു കോളുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മേഡം, ഞാൻ ഗുജറാത്തിൽ നിന്ന് സംസാരിക്കുന്നത് ശ്രീകുമാർ. ഞാൻ വൈഫിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അത് 32 വയസ്സുണ്ട്. ഇപ്പം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 5-6 വർഷം കൊണ്ട് കാൽമുട്ട് വേദന, കൈയുടെ ജോയിന്റ്സിന് വേദന, പിന്നെ കൈ രാത്രിയിൽ കിടക്കുന്ന നേരത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈക്ക് ചെറിയ നീര് വെച്ചതുപോലെ. പിന്നെ ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് വെയിറ്റ് എടുക്കാൻ പോലും ഒരു 2 കിലോ വെയിറ്റ് എടുക്കാൻ പോലും ഉള്ള ബുദ്ധിമുട്ട് വന്നു. ഇത് ഈ അമവാദത്തിൽ വരുന്നതാണോ അതോ വാദത്തിന്റെ മറ്റേതെങ്കിലും കാറ്റഗറിയിൽ വരുന്നതാണോ?
സാധാരണ ആമവാദത്തിലും ആ ഗ്രൂപ്പിൽപ്പെടുന്ന മറ്റു സന്ധിവാദങ്ങളിലും ഒക്കെ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. കൈയുടെ വിരലുകൾക്ക് വേദനയുണ്ടോ? കൈ വിരലിനുണ്ട്. ചില സമയത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ കാലിന് ഒരു ബലമില്ലാത്ത ബലക്ഷയം വരുന്ന പോലെ പെട്ടെന്ന് ഇരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. രണ്ട് കൈകൾക്കും ഒരുപോലെ ഉണ്ടോ? രണ്ട് കൈകൾക്കും ഉണ്ട്. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ് നമ്മൾ ആദ്യമായി സംശയിക്കേണ്ടത്. മറ്റ് SLE പോലുള്ള ചില രോഗങ്ങളും ഇതുപോലുള്ള സന്ധിവീക്കം പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അത് തിരിച്ചറിയുന്നതിന് വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ട് ആദ്യം ഒരു ശരീര പരിശോധന തന്നെ നടത്തണം. രോഗലക്ഷണങ്ങളും ശരീര പരിശോധനയും കൊണ്ട് കുറേയൊക്കെ പറയാൻ സാധിക്കും. പിന്നീട് അതിനുവേണ്ടിയുള്ള ടെസ്റ്റുകളും ഉണ്ട്. രക്തപരിശോധനകളാണ് പ്രധാനമായും ചെയ്യുക. അതിൽ നിന്ന് രോഗം ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്ന് നിശ്ചയിക്കണം. സന്ധിവാദം എന്നത് ഒരു രോഗമല്ലല്ലോ, ഒരു കൂട്ടം രോഗങ്ങളാണ്. ആമവാദം അതിലൊന്ന് മാത്രമാണ്. ഇവയ്ക്കെല്ലാം പൊതുവായി സന്ധികളിൽ വീക്കവും വേദനയും അനുഭവപ്പെടാം. അപ്പോൾ രോഗം എന്താണെന്ന് ആദ്യം കണ്ടെത്തുകയും അതിനുശേഷം ചികിത്സ നിശ്ചയിക്കുകയും വേണം. അതാണ് ആദ്യം. ഇവിടെ ഫിസിഷ്യന്മാരെ 2-3 കാണിച്ചിരുന്നു. അവര് താൽക്കാലികമായിട്ടുള്ള അത് കൊടുത്തു. പിന്നെ ഫിസിയോതെറാപ്പി 1-2 പേര് സജസ്റ്റ് ചെയ്തു. പക്ഷെ അതൊരു ചെയ്ത അത്രയും ദിവസത്തേക്കുള്ള ഒരു ഇതല്ലാതെ അത് കൂടുതൽ ദിവസം അതിനുള്ള ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് കൂടുതൽ പരിശോധനകൾ ആവശ്യമായിട്ടുണ്ട്. വിദഗ്ധനായ ഒരു റുമറ്റോളജിസ്റ്റിനെ കണ്ട് അതിന് എന്താണ് രോഗകാരണമെന്ന് കൃത്യമായി കണ്ടെത്തിയിട്ടില്ലല്ലോ. ആദ്യം അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം വേണം ചികിത്സ നിശ്ചയിക്കാൻ. ഇത് പൂർണ്ണമായിട്ടും മാറുന്ന ഒരു അസുഖമാണ്. അത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്ന് അനുസരിച്ചിരിക്കും. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആരംഭത്തിൽ തന്നെ ചികിത്സ എടുത്ത ഒരു 60% പേർക്കും മാറുന്ന ഒരു രോഗമാണ്. SLE പോലുള്ള രോഗങ്ങൾ പലപ്പോഴും തടഞ്ഞു നിർത്താനേ സാധിക്കുകയുള്ളൂ. മറ്റ് ചില രോഗങ്ങൾ വേഗം സുഖമാകുന്ന റിയാക്റ്റീവ് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങളും ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് വളരെ വേഗം നിയന്ത്രിക്കാൻ സാധിക്കും, ചിലതിനൊക്കെ തുടർച്ചയായി മരുന്ന് വേണ്ടി വരും. അപ്പോൾ രോഗം എന്താണെന്ന് ആദ്യം കണ്ടെത്തുക. ഏത് വിഭാഗത്തിൽപ്പെടുന്ന സന്ധിവാദമാണെന്ന് കണ്ടെത്തിയിട്ട് വേണം ചികിത്സ നിശ്ചയിക്കാൻ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ആമവാദമാണോ എന്ന് സ്ഥിരീകരിക്കാൻ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ആമവാദമാണോ എന്ന് കണ്ടെത്താൻ ഒരു ഡോക്ടർ ആദ്യമായി ചെയ്യേണ്ടത് രോഗിയെ വിശദമായി രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നീട് ശരീരപരിശോധനകളും സന്ധികളുടെ പരിശോധനകളും ഒക്കെ ആവശ്യമാണ്. അതിനുശേഷമാണ് ടെസ്റ്റുകൾ നിർദ്ദേശിക്കുക. സാധാരണഗതിയിൽ ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള രോഗികൾക്ക് ESR അഥവാ എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും. സാധാരണഗതി ഒരു 40-50 മുകളിലേക്ക് ESR പോകും. റുമറ്റോയ്ഡ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു രക്തപരിശോധനയുണ്ട്. ഒരു 60% രോഗികൾക്ക് റുമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ബാക്കി 40% പേർക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിലും റുമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവ് ആകണമെന്നില്ല. അപ്പോൾ റുമറ്റോയ്ഡ് ഫാക്ടർ മാത്രം വെച്ചിട്ടല്ല നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. CCP എന്ന് പറയുന്ന വളരെ പുതിയ ഒരു ടെസ്റ്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് വളരെ കൂടിയ ലെവലിൽ പോസിറ്റീവായിട്ടുള്ളവർക്ക് തീർച്ചയായും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തന്നെ ആയിരിക്കും. മറ്റ് രോഗങ്ങളിലൊന്നും ഈ ആൻറ്റിബോഡി സാധാരണഗതിയിൽ വളരെയധികം പോസിറ്റീവ് ആകാറില്ല. അപ്പം രോഗലക്ഷണങ്ങൾ, പരിശോധനകൾ, രക്തത്തിലെ ടെസ്റ്റുകൾ ഇവയിൽ നിന്നെല്ലാം ആകത്തുകയാണ് ഡയഗ്നോസിസ്. ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് സന്ധികളുടെ MRI സ്കാനോ ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനോ ഒക്കെ വേണ്ടി വരും. അതൊക്കെ വളരെ 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 റെയർ കേസുകളിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണോ, അതിനോട് അടുത്ത് നിൽക്കുന്ന മറ്റെന്തെങ്കിലും സന്ധിവാദമാണോ എന്നൊക്കെ കണ്ടെത്താൻ വളരെ അപൂർവമായി ചെയ്യേണ്ടി വരുന്നതാണ്. സാധാരണഗതിയിൽ രോഗലക്ഷണങ്ങളിൽ നിന്നും ഏതാനും ചില ടെസ്റ്റുകളിൽ നിന്നും രോഗം നിർണ്ണയിക്കാവുന്നതാണ്. ഡോക്ടർ, ആമവാദത്തിന് മരുന്നുകൾ കൊണ്ട് മാത്രമുള്ള ചികിത്സയാണോ അതോ ശസ്ത്രക്രിയയുണ്ടോ? രണ്ടും ആവശ്യമായി വരാം. സാധാരണഗതിയിൽ ആമവാദത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോൾ വളരെ വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട്. ഒരു 10-15 വർഷം മുന്നേ വരെ കുറച്ച് വേദന സംഹാരികളോ കോർട്ടിസോൺ അഥവാ സ്റ്റിറോയിഡുകൾ അടങ്ങിയ മരുന്നുകളോ ഒക്കെ മാത്രമേ നമുക്ക് നിർദ്ദേശിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ താൽക്കാലികമായി രോഗത്തിൻ്റെ വീക്കവും വേദനയൊക്കെ കുറയ്ക്കും, പക്ഷേ രോഗം മാറുന്നില്ല. പക്ഷേ ഏതാണ്ട് ഒരു 1-1.5 പതിറ്റാണ്ടുകളായിട്ട് ആമവാദത്തിന് വളരെയേറെ പുതിയ മരുന്നുകൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വന്നു തുടങ്ങി. ഇതിനെ നമ്മൾ ഡിസീസ് മോഡിഫയിങ് മരുന്നുകൾ എന്നാണ് പറയുന്നത്. രോഗത്തെ തടഞ്ഞു നിർത്തുക മാത്രമല്ല, അതിൻ്റെ മൂലകാരണത്തെ തന്നെ നിയന്ത്രിക്കുവാനുള്ള മരുന്നുകളാണിവ. മെത്തോട്രക്സേറ്റ്, ലെഫ്ലൂണമൈഡ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, സൾഫസലാസിൻ തുടങ്ങി ഒട്ടേറെ മരുന്നുകൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് അവൈലബിളാണ്. ഇവയ്ക്കൊന്നും അത്രയേറെ വലിയ വിലയുമില്ല. പക്ഷേ ചിലപ്പോൾ ഇത് കൊടുത്താൽ ഒരു 60-70% രോഗികൾക്കാണ് ഫലം കിട്ടുക. ഒരു 20-30% രോഗികൾക്ക് ഇത് മാത്രം കൊണ്ട് ചിലപ്പോൾ രോഗം ശമിക്കണമെന്നില്ല. അവർക്ക് പുതിയ മരുന്നുകളായ ബയോളജിക്കൽസ്,
ജൈവമരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഈ ജൈവമരുന്നുകളുടെ ഏറ്റവും വലിയൊരു കുഴപ്പം ഇതിന് വളരെ വില അധികമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങളായിട്ട് പല ജൈവമരുന്നുകളും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അതിനുശേഷം അവയുടെ വിലയിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. കൂടുതൽ കമ്പനികൾ ഈ മരുന്നുകൾ ഉണ്ടാക്കും തോറും വില കുറഞ്ഞു വരാനാണ് സാധ്യത. ഓരോ ആഴ്ചയും മാസവും ചെല്ലും തോറും ഇപ്പോൾ ഈ മരുന്നുകളുടെ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരംഭത്തിൽ തന്നെ ചികിത്സ എടുത്താലാണ് ഈ രോഗം വേഗം സുഖമാകുക. രോഗം വൈകി ചികിത്സിക്കുമ്പോൾ സുഖമാകാനുള്ള സാധ്യതയും കുറഞ്ഞു വരും. ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. ആമവാദം അതിനുള്ള ചികിത്സയെയും കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.